അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്യാൻമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വെക്കേഷന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മയുടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ട്രാവലറിനാണ് ഞങ്ങൾ പോയത്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും പാട്ടുപാടലൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഡാൻസും കളിക്കുന്നുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ടാണ് പാടുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കൈകൊട്ടലാണ്. എല്ലാവരും കൈകൊട്ടി പാട്ടൊക്കെ പാടുന്നുണ്ട്. മമ്മൂടുസും പാപ്പിയും എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാമായും എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. പിന്നെ മാമായുടെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഉമ്മച്ചിയും പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും മാറി മാറി പാട്ട് പാടാണ്. മമ്മൂടുസ് ഇതാ എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയുടെ ഫാമിലിയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ് പോകുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രാവിലെ 11 മണിക്കായിരുന്നു ചെക്ക് ഇൻ. ഒരു 11:15 ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. എല്ലാവരും കൂടി കയറുകയാണ്. അങ്ങനെ ഹൗസ് ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ബെഡ്റൂമും ഹാളും പിന്നെ ഒരു കിച്ചണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഓരോ റൂമൊക്കെ ചെന്ന് കാണുകയാണ്. ഓരോരുത്തർ ഓരോ റൂമിലായിട്ട് സ്ഥലം പിടിച്ചു, സാധനങ്ങളൊക്കെ വെച്ച്. അപ്പോൾ ഞങ്ങൾ ഇതാ കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ഞാനും കുഞ്ഞും കൂടി ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എവിടെ കണ്ണാടി ഉണ്ടായാലും ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓടി ചെല്ലും. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നീറ്റ് ആയിരുന്നു. വാപ്പിനെ ഫസ്റ്റ് തന്നെ അവിടെ കയറി കിടക്കുന്നുണ്ട് വിൻഡോയിൻ്റെ അവിടെ. ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും കയറി ഒന്ന് ഓരോ റൂമൊക്കെ നോക്കി കാണുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓരോരോ റൂമിലായിട്ട് ഇരുന്ന് ഫോണൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്താ കണ്ണാടി കണ്ടപ്പോൾ ഞാനും കുഞ്ഞും എന്താ വന്നു. പിന്നെ ഇത് അവിടുത്തെ അടുക്കളയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് പോയി. നമ്മുടെ ആണെങ്കിൽ അവിടെ ഫ്രൂട്ടി കുടിക്കുന്ന തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ബോട്ട് എടുത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേരൊക്കെ താഴ്ത്തുണ്ട്, എന്നാലും കുറച്ച് പേരൊക്കെ മുകളിലായിരുന്നു. മുകളിൽ നല്ല വെയിലായിരുന്നു, നല്ല പൊള്ളണ വെയിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കലാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആദ്യം എന്താ ഇതുപോലത്തെ തോട് പോലത്തെ വഴിക്കൂടെയാണ് പോയത്. അങ്ങനെ കുറേ ദൂരം പോയിട്ട് ഞങ്ങൾ പിന്നെ എത്തിയത് കായലിലാണ്. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലായിരുന്നു. ഓരോരുത്തർ മാറി മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ബോട്ടിൻ്റെ തുമ്പത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് ഇതാ സ്പീഡ് ബോട്ട് കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 5 പേര് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. മമ്മൂടുസിനൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു സ്പീഡ് ബോട്ട്. അത് ഒരു തവണയെങ്കിലും കയറിയിരിക്കണം, നല്ല രസമായിരുന്നു അതിൽ. ഞാനാണ് ഈ കൈയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പേടിച്ചിട്ട്. എളിമായാണ് ഈ ആ കയറൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു പേടിയാവുന്നുണ്ടെങ്കിൽ കയറിലൊക്കെ പിടിച്ചിരുന്നോളാൻ. അങ്ങനെ ആ ബോട്ട് 2 സൈഡിലേക്കും ചെരിച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ മുകളിൽ കയറിയതാ ഉമ്മി റിൻസി താത്തയൊക്കെ പാട്ടുപാടലാണ്. അങ്ങനെ പിന്നെ ഓരോരുത്തർ പാട്ടുപാടലൊക്കെ തന്നെയായിരുന്നു. മൈക്ക് ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ. ഇങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ട് മാമായും എല്ലാവരും കൂടി പാട്ടുപാടലൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. മമ്മൂസിന് ആ മൈക്കൊക്കെ കൊടുത്ത് പാട്ട് പാടുന്നുണ്ട് അവൻ. എല്ലാവരും ഓരോരുത്തർ മാറി മാറി ഉമ്മച്ചൊക്കെ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് പാടുന്നത്.
പിന്നെ അന്താക്ഷരിയൊക്കെ കളിച്ചു. അങ്ങനെ എല്ലാം വർത്താനം പറഞ്ഞിരിക്കലായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കായലിലെത്തിയിട്ടുണ്ട്. അവിടെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ, നടുക്കായതുകൊണ്ട് തന്നെ ബോട്ടിന്റെ ഡ്രൈവർ പറഞ്ഞു ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ബോട്ട് ഓടിച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മാറി മാറി എടുക്കുകയാണ്, ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിന്റെ ആ സംഭവം കറക്കുമ്പോൾ നമ്മൾ കറക്കുന്ന ഡയറക്ഷനിലാണ് ബോട്ട് പോകുന്നത്. പിന്നെയും ഫോട്ടോഷൂട്ട് തന്നെ, ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് എല്ലാവരും മാറി മാറി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ബോട്ടിൽ കയറി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ബോട്ട് ചില സ്ഥലങ്ങളിൽ നിർത്തും. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാം. പിന്നെ ഇവിടെ മീനൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഫിഷ് വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബോട്ടിലുള്ളവർ കുക്ക് ചെയ്ത് തരും. ഓൾറെഡി ലഞ്ചിൽ ഫിഷൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്നാലും പിന്നെ നമുക്ക് ഞണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങൾ കൊഞ്ചായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കൊഞ്ച് വാങ്ങി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരത് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് തരും. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 7up ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലഞ്ച് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ശരിക്കും ലഞ്ചിൻ്റെ കൂടെ അവർ ചിക്കൻ കറിയും പിന്നെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചിക്കൻ കറി മാറ്റിയിട്ട് ഫിഷ് കറി ആക്കി. അതെന്തായാലും നന്നായി. ഫിഷ് കറി നല്ല അടിപൊളി ഫിഷ് കറി ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് റൂമിലൊക്കെ പോയി കിടക്കലായി. കുറെ പേര് മുകളിൽ വന്നിരുന്നു. ഞങ്ങളൊക്കെ മുകളിലായിരുന്നു. ചിലരൊക്കെ താഴെ കിടക്കുന്നുണ്ട് റൂമില്. പിന്നെ മുകളിൽ വന്നിട്ട് ഞങ്ങൾ റീലൊക്കെ എടുക്കലായിരുന്നു, ഡാൻസ് കളിക്കലൊക്കെ തന്നെയായിരുന്നു. നല്ല വെയിലായിരുന്നു മുകളിൽ. അതുകൊണ്ട് തന്നെ തണൽ നോക്കിയുള്ള സ്ഥലം വരുമ്പോഴാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റീലൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടി ഡാൻസ് കളിയായിരുന്നു. മാമച്ചിയും മാമായും ഒക്കെ കൂടി ഡാൻസ് ആയിരുന്നു. സ്പീക്കർ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ തന്നെ പാട്ട് വെച്ചിട്ട് ഫുള്ള് ഡാൻസ് ആയിരുന്നു. അപ്പുറത്തെ ബോട്ടിൽ പോയ ചേച്ചിമാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട്. കുറേ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചുറ്റിനും തന്നെ കുറേ ഹൗസ് ബോട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡാൻസ്, റീലെടുത്ത ഡാൻസ് മാമാക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാമാനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മാമാനെ പഠിപ്പിച്ച് മാമായും ഞങ്ങളൊക്കെ കൂടി ഡാൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ വ്യൂ നല്ല രസമായിരുന്നു. വലിയ കായലിൽ കുറേ ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നതൊക്കെയാണ്, നല്ല വ്യൂ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ബോട്ടിൽ കൂടെ തന്നെ ഒരു ഐസ്ക്രീം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നു. ഐസ്ക്രീം ആ വെയിലത്ത് ആയതുകൊണ്ട് തന്നെ ഫുള്ള് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മമ്മൂസൊക്കെ ഉള്ള ഡാൻസ് ആണ്. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഡാൻസ് കളിയും പാട്ടുപാടലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 4:30 അപ്പോൾ അവർ ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചായയും പഴംപൊരിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. രാവിലെ 11 മണി മുതൽ 5 മണി വരെ ആയിരുന്നു ഞങ്ങളുടെ സമയം. അങ്ങനെ 5 മണിയായപ്പോൾ കറക്റ്റ് ബോട്ട് അടുപ്പിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങുന്നുണ്ട്.
ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇത്ര നേരം ബോട്ടിൽ എന്ത് ചെയ്യാനാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സമയമെല്ലാം പെട്ടെന്ന് പോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും പോവാണ്. ആദ്യം ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഇറങ്ങി. പിന്നെ അവിടെ ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് നീങ്ങി നിൽക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേലികയറ്റത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരമാല വരും അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞങ്ങൾ കുറച്ച് പേരെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് കുളിച്ച്. ഉമ്മിയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നടത്തായി. ഡ്രസ്സ് മാറാനായിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നടന്ന് അവസാനം കണ്ടുപിടിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പം പിന്നെ ലേറ്റൊക്കെ ഇട്ട് പിന്നെ ഫുള്ള് ഡാൻസ് ആയിരുന്നു. രാവിലെ ഫുള്ള് മാപ്പിളപ്പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ആയിരുന്നെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഫുള്ള് അടിപൊളിയായിരുന്നു. എളിമയൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി എണീച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്ക് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചൊരു ഡാൻസ് ആയിരുന്നു. കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആണ് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോകണമെന്നൊക്കെ. അങ്ങനെ അത് ഇത്തവണത്തെ വെക്കേഷനാണ് നടന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പൊക്കെ ഇവിടെ കഴിഞ്ഞു. രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രിത്തെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കാം.